അനിൽകുമാറിന് ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ സംസാരിക്കുന്നത്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അത് സംബന്ധിച്ച് ഒരു മുൻകൂട്ടിയുള്ള പ്രഡിക്ഷൻ നടത്താൻ മാത്രം ത്രികാരജ്ഞാനിയാണ് അനിൽകുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇന്ന് ചെന്ന് പതിച്ചിട്ടുള്ള ഈ പടുകുഴിയിൽ പതിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഭാവി സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പിണറായി വിജയനെയും കൂട്ടുകാരെയും ഒക്കെ നേതാക്കന്മാരെയൊക്കെ ഉപദേശിക്കാമായിരുന്നല്ലോ. നമ്മുടെ ഗതി അധോഗതിയാണ്, നമ്മൾ ഇനി അറബിക്കടലിന്റെ വക്കത്താണ്, നമ്മൾ ഇനി ഒരു സ്റ്റെപ്പ് പിന്മാറി കഴിഞ്ഞാൽ അറബിക്കടലിലാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത് അനിൽകുമാർ തന്നെ നേരത്തെ കവടി നിരത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ. എന്നെ തേച്ചതാണല്ലേ. ഇവിടെ CPM ഈ രാജ്യത്ത് ഉപ്പ് വെച്ച കലമ്പോലെയായി മാറിക്കഴിഞ്ഞിട്ട് കാലം എത്രയാ അനിൽകുമാറെ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അനിൽകുമാറിന്റെ പാർട്ടിയും കോൺഗ്രസും ചേർന്നാൽ BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞതാ? ചങ്കൂറ്റം വേണം കേട്ടാ. അനിൽകുമാറിന്റെ പാർട്ടിക്ക് 1% വോട്ടെങ്കിലും മര്യാദയ്ക്ക് കിട്ടുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ അതിര് കിടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നു ബംഗാൾ, ത്രിപുര. ബംഗാളിലേക്ക് നോക്കൂ. ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ 16.4 CPM മാത്രം കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വട്ടപൂജ്യമാണ്.